അങ്ങനെ ചുറ്റി തിരിച്ച് പോണതിന് മുന്നേ തന്നെ എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോകാമെന്നുള്ളൊരിതിൽ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് പോവാണ് കേട്ടോ. നമ്മുടെ വീട് ഇടക്കൊച്ചി ആയതുകൊണ്ട് മെയിൻ ഉദ്ദേശം ഫോട്ടോ കൊച്ചിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കാറിനും ചിറ്റയും ചിറ്റപ്പനും കൂടെ ആയിട്ട് മീൻസ് സ്പ്ലെൻഡറിന് ബൈക്കിനാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. എപ്പോഴും നമ്മൾ എവിടെ പോയാലും ഫോട്ടോ കൊച്ചി തന്നെയാണ്. കാര്യം ഇടക്കൊച്ചിയിലാണ് വീട്, അതുകൊണ്ട് നമുക്ക് എളുപ്പം ഫോട്ടോ കൊച്ചിയിലേക്കാണ്. ഞാനാണെങ്കിൽ ഈ വണ്ണം വെച്ചത് കൊണ്ട് ഉണ്ണിയുടെ ജീൻസൊക്കെ അടിച്ച് മാറ്റി പാട്ടത്താറാൻ്റെ കണക്ക് നടക്കണമായിട്ട് എന്നെ കളിയാക്കുമായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുക്കാനും എല്ലാത്തിനും അപ്പം തന്നെ നിന്ന്. കാര്യം തിന്നും ഇതാക്കിയൊക്കെ വരുമ്പോഴേക്കും എല്ലാവരുടെയും മേക്കപ്പും കാര്യങ്ങളൊക്കെ പോകില്ല എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കോളിഫ്ലവർ ബജിയും പിന്നെ മുളക് ബജിയും പിന്നെ എന്താ കാബജിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എവിടെ പോയാലും എനിക്ക് മെയിനാണല്ലോ. എനിക്കാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് വാരി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഈ ചിലവ് മൊത്തം ചിറ്റയുടെ വകയുമായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ ഓസിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും എന്തോ പൊട്ടറ്റോ ചിപ്സോ അതൊക്കെ ഇങ്ങനെ കോലിക്കുത്തി വറുത്തതുണ്ടാകത്തില്ലേ, ആ സാധനം ഞാനും നന്ദവും മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും അവിടെ ഇരുന്ന് കഴിച്ച് വായൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല ചൂടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് ഐസ്ക്രീമാണ് മേടിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പിസ്ത കഴിച്ചപ്പോഴേക്കും എനിക്ക് പിന്നെ പിസ്തയേ മതി ഐസ്ക്രീം. എവിടെ എപ്പോൾ ഐസ്ക്രീം മേടിച്ചാലും ഞാൻ പിസ്തയാണ് ഇപ്പോൾ കഴിക്കുന്നത്, എപ്പോഴും പിസ്തയാണ്. പക്ഷേ പിസ്ത മാത്രമല്ല ഞാൻ കഴിച്ചത്, അച്ഛൻ്റെയും അമ്മച്ചിയുടെയും പിന്നെ അത് നന്ദുവിൻ്റെയും തച്ചുവിൻ്റെയും ഉണ്ണിയുടെയും എല്ലാവരുടെ ഐസ്ക്രീം ഞാൻ മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണി എന്നെ വരിച്ചേണ്ട കൊണ്ടാണ് കാണിച്ചത്. പിന്നെ നമ്മളൊരു മാങ്ങയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചൊരു 10:30 ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് ഓർത്ത് പുറത്തുനിന്ന് മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് ഓർത്തപ്പോഴേക്കും ചിറ്റയുടെ കയ്യിലായിരുന്നു വീടിൻ്റെ താക്കോലെ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെയുള്ള ആ ഒരു കണ്ടോ എന്താ ഇതിന് പറയണം, ആ സംഭവത്തിൻ്റെ അവിടെ ആ കല്ലിങ്ങിൻ്റെ അവിടെ കുറച്ച് നേരം പോയി ഇരുന്നപ്പോഴാണ് പറഞ്ഞത് വീട് ലോക്കല്ല, മീൻസ് എങ്ങനെ വേണമെങ്കിലും തുറക്കാം. ഇപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു എന്തോ കാറിൻ്റെ കീക്കിയിട്ട് തുറക്കാമെന്ന്. പിന്നെ അന്ന് വീഡിയോയിൽ കണ്ടതിൽ ഒരാളിതിൽ മിസ്സിങ് ആണ് കേട്ടോ, അമ്മാമ്മ ഒരു 5 ദിവസത്തെ എങ്ങാണ്ട്, 5 ദിവസത്തെ ആണോ 2 ദിവസത്തെ ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തോ ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോയേക്കാണ്, ഏതോ 5 മുരുകൻ്റെ അമ്പലത്തിൽ പോകുന്നു അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിരുന്ന് കുറച്ച് മിറർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. ഞാൻ അവളോട് തന്നെ പറയാം ഞാൻ തടിച്ചയാന്നൊക്കെ.